പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അങ്ങനെ കത്തോലിക്ക സഭയുടെ മതബോധന പഠനത്തിൽ 1062 എപ്പിസോഡിലേക്ക് നാം വന്നിരിക്കുന്നു. ഇന്നലെ ഞാൻ വൈകുന്നേരമായപ്പോൾ ഇവിടെ അമേരിക്കയിൽ ന്യൂജേഴ്സിയിലെത്തി. ഇവിടെ നിന്ന് പ്രസരണം ആരംഭിക്കുകയാണ്. ഇവിടെ ഇനി അടുത്ത 4-ാം തീയതി വരെ നമ്മൾ അമേരിക്കയിൽ 2 സ്ഥലത്ത് ധ്യാനമുണ്ട്. പിന്നെ അതിനിടയ്ക്കുള്ള സമയങ്ങളിലെല്ലാം ഇതുപോലെ കഴിയുന്നത് പോലെ നമുക്ക് ഇത് പഠിക്കാം. പക്ഷേ സമയം സൗകര്യങ്ങളെല്ലാം ഈ ധ്യാനത്തിനോട് ചേർന്ന് പോകുന്ന മാതിരിയേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങൾക്കറിയാലോ. ഇവിടുത്തെ ധ്യാനങ്ങളെല്ലാം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയൊക്കെ ആയിരിക്കും. അപ്പോൾ ധ്യാനം നടക്കുന്ന ദിവസം ഒരുപക്ഷെ എല്ലാ ദിവസവും ഇല്ലെങ്കിലും കഴിയുന്നതും ദിവസങ്ങളിൽ നേരത്തെ ചെയ്യാൻ പറ്റും. ഇതിലും കുറച്ചുകൂടി ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുകയാണ്. നമുക്കൊന്നുകൂടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിലൂടെ ലോകം മുഴുവനിലേക്കും ഈ പ്രബോധനങ്ങളെ പ്രസരിപ്പിക്കുന്നതിന് സഹായിക്കണമേ. പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന പഠന കളരിയിൽ എല്ലാ വിശ്വാസികളും ഇത് പഠിക്കാനും ഞാൻ കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്നു എന്ന് ഏറ്റു പറയുമ്പോൾ ആ കത്തോലിക്ക സഭയുടെ വിശ്വാസത്തെ പൂർണ്ണമായിട്ട് നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വസിക്കാനും പറ്റുന്ന പോലെ ഇത് പഠിക്കാൻ സഹായിക്കണമേ. വരുവിൻ, നമുക്ക് തുടർന്ന് അടുത്തതായി പ്രവചനത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും വ്യക്തിപരമായെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ കാലഘട്ടത്തിൽ നമ്മളെ കാണിച്ചു തരുന്നത് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ അല്ലാതെ ഈ വരദാന അഭിഷേകമോ വളർച്ചയോ നമുക്കുണ്ടാകില്ല എന്നത് വളരെ ശക്തമായി മനസ്സിലാക്കണം. ഞാൻ വെളുപ്പിന് 3:30 മുതൽ 6 വരെ പ്രാർത്ഥനയിലായിരുന്നു. അത് കഴിഞ്ഞ് കുർബാനയ്ക്ക് പോയി വന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇവിടെ 9 മണിക്ക് ആരംഭിക്കണം. അപ്പോൾ ഞാൻ തന്നെ 2-3 മണിക്കൂർ വ്യക്തിപരമായി പ്രാർത്ഥിച്ചാലേ ഈ ശുശ്രൂഷ നടക്കുന്നുള്ളൂ. അത് ഞാൻ അറിയിക്കണത്, എൻ്റെ കൂടെ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളും അതുപോലെ പ്രാർത്ഥിക്കണം. അതിന് വേറെ യാതൊരു വീഴ്ചയും വരുത്താതെ വ്യക്തിപരമായി പ്രാർത്ഥിച്ചാൽ മാത്രമേ നമ്മൾ വളരുള്ളൂ. നമ്മൾ ആരംഭത്തിൽ പറയാറുള്ള വചനം ഏറ്റുപറയാണ്. 2565 CCC 2665 പറയുന്നത്, അനന്ത നന്മയായ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവിനോടുള്ള ദൈവമക്കളുടെ സജീവ ബന്ധമാണ് പുതിയ ഉടമ്പടിയിൽ പ്രാർത്ഥന. അനന്ത നന്മയായ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവിനോടും ദൈവമക്കൾക്കുള്ള സജീവ ബന്ധമാണ് പുതിയ ഉടമ്പടിയിലെ പ്രാർത്ഥന. അതോടൊപ്പം പരിശുദ്ധ രാജകീയ ത്രിത്വത്തിന് മുഴുവനും സമ്പൂർണ്ണ മനുഷ്യചേതനയുമായുള്ള ഐക്യമാണ് ദൈവരാജ്യത്തിന്റെ കൃപാവരം. പരിശുദ്ധ രാജകീയ ത്രിത്വത്തിന് സമ്പൂർണ്ണ മനുഷ്യചേതനയുമായുള്ള ഐക്യമാണ് ദൈവരാജ്യത്തിന്റെ കൃപാവരം. പരിശുദ്ധ ദൈവത്തിന്റെ സാന്നിധ്യത്തിലും അവിടത്തോടുള്ള കൂട്ടായ്മയിലും ആയിരിക്കുന്ന ശീലമാണ് പ്രാർത്ഥനാ ജീവിതം. ഈ കൂട്ടായ്മ എപ്പോഴും സാധ്യമാണ്. എന്തെന്നാൽ മാമോദീസ വഴി നാം നേരത്തെ തന്നെ ക്രിസ്തുവുമായി ഐക്യപ്പെട്ട് കഴിഞ്ഞവരാണ്. ക്രിസ്തുവുമായ കൂട്ടായ്മയിൽ ആയിരിക്കുകയും അവിടുത്തെ ശരീരമായ സഭയിൽ വ്യാപിക്കുകയും ചെയ്യുന്ന തോതനുസരിച്ചാണ് ഒരു പ്രാർത്ഥന ക്രിസ്തീയമാകുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ
മാനങ്ങളാണ് പ്രാർത്ഥനയ്ക്കുള്ളത്. വരുവിൻ, നമുക്ക് ഇനി പ്രവചനത്തിലേക്ക് പ്രവേശിക്കാം. കുറേ ദിവസക്കാർക്ക് ഇത് ലേഖനത്തിൽ 14:1 പറയുന്നത്, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അതേസമയം ആത്മീയ ദാനങ്ങൾക്കായി, പ്രത്യേകിച്ച് പ്രവചനപരത്തിനായി തീഷ്ണതയോടെ ആഗ്രഹിക്കുവിൻ. അവയാൽ എൻ്റെ സഹോദരനെ, പ്രവചനപരത്തിനായി തീവ്രമായി അഭിലഷിക്കുവിൻ. ഭാഷാപരത്തോടെ സംസാരിക്കുന്നവരെ നിരോധിക്കേണ്ട. എല്ലാ കാര്യങ്ങളും ഉചിതമായും ക്രമമായും ചെയ്യുവിൻ. മോശ ജോഷുവയോട് പറഞ്ഞു, എന്നെപ്പറ്റി നീ അസൂയപ്പെടുന്നുവോ? അടുത്ത വാക്ക് എല്ലാവരും ഏറ്റു പറയാം. കർത്താവിന്റെ ജനം മുഴുവനും പ്രവാചകന്മാരാകുകയും അവിടുന്ന് തന്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. സംഖ്യ 11:29. തുടർന്ന് സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ സാമുവേൽ 10:6 10:10 അപ്പോൾ കർത്താവിന്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും, നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും, മറ്റൊരു മനുഷ്യനായി നീ മാറും. സാവൂളും ഭൃത്യനും ഗിബെയയിലെത്തിയപ്പോൾ പ്രവാചക ഗണത്തെ കണ്ടു. ഉടൻ ദൈവത്തിന്റെ ആത്മാവ് അവനിൽ ശക്തമായി പ്രവർത്തിച്ചു, അവനും അവരോടൊത്ത് പ്രവചിച്ചു. സ്നേഹമുള്ളവരെ, നമുക്കും ഇപ്പോൾ ആ പ്രവചനത്തിന്റെ അഭിഷേകം നമുക്കുണ്ടാവുന്നതിനും നമ്മൾ പരിശുദ്ധാത്മാവിനെ ഒന്നുകൂടി വിളിച്ച് പ്രാർത്ഥിക്കാം. പെന്തക്കോസ്താ ദിവസമുണ്ടായ ആ ആത്മാവ് നമ്മളിൽ വ്യാപരിക്കുന്നു. മോശയ്ക്ക് ഒരു പ്രവചന രൂപത്തിൽ പറഞ്ഞതാണ്, കർത്താവിന്റെ ആത്മാവ് എല്ലാ മനുഷ്യരിലും പ്രവചനവരം കൊടുക്കണമെന്ന്. അങ്ങ് മോശ ഒരു പ്രവചനമായിട്ട് ആശിച്ചുവെങ്കിൽ ജോയൽ പ്രവാചകന്റെ കാലത്ത് അതൊരു പ്രവചനം തന്നെയായി. സ്നേഹമുള്ളവരെയും, ആ പ്രവചനം ഇതാ പെന്തക്കോസ്താ നാളിൽ പൂർത്തിയായിരിക്കുന്നു. പെന്തക്കോസ്താ നാളിൽ പൂർത്തിയായിരിക്കുന്നു. ദൈവം അരുളിച്ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുകയും നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എല്ലാവരും സ്തുതിച്ച് പ്രവചനത്തിനായി ദാഹിച്ചുകൊണ്ട് സ്തുതിക്കുക. കർത്താവേ, പെന്തക്കോസ്തായിലുണ്ടായ പോലെ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ ആ പെന്തക്കോസ്തായ്ക്കുണ്ടായ അനുഭവം പോലെ ഇപ്പോഴും ഉണ്ടാകുന്നതിന് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ തന്നെ ഇതാ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ആദ്യ നൂറ്റാണ്ടിൽ ലോകമെമ്പാടേക്കും വേണ്ടി പരിശുദ്ധാത്മാവ് നിറഞ്ഞ പോലെ ഇപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരിലും പെന്തക്കോസ്താ അനുഭവം ഉണ്ടായിക്കൊണ്ട് ഞങ്ങളെ പുത്തൻ അഭിഷേകം നൽകണേ. ഞങ്ങൾക്ക് ആ പുത്തൻ അഭിഷേകം നൽകണേ. ശലബല ഹലബല ഹലബല ഹലബല. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആദിയിലെന്ന പോലെ ആത്മാവേ അധിക ബലം തരണേ. ആദിയിലെന്ന പോലെ ആത്മാവ് എല്ലാവരും ലോകം മുഴുവനിലും ഒരു പുതിയ പെന്തക്കോസ്താ ഉണ്ടാകുന്നതിന് നമ്മൾ പ്രാർത്ഥിക്കാം. ശലബല ഹലബല 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 ഹലബല. പ്രവചനം വരുന്നു. എന്റെ വാത്സല്യഭാചനങ്ങളെ, എന്റെ അഭിഷേകത്തിന്റെ സാന്ദ്രത നിങ്ങൾ ഓരോരുത്തരിലും ശക്തമായി ഞാൻ വർഷിക്കുന്നു. എന്റെ അഭിഷേകത്തിന്റെ സാന്ദ്രത ഞാൻ വർഷിക്കുന്നു.
ഞാൻ ശക്തമായി വർഷിക്കുന്നു. എന്റെ ആത്മാവിന്റെ വീര്യം നിങ്ങളിലേക്ക് ഞാൻ പകരുന്നു. എന്റെ ആത്മാവിന്റെ വീര്യം ആന്തരികമായി നിങ്ങളിൽ ഞാൻ ഉണർത്തുന്നു. നിങ്ങളിൽ ഞാൻ വസിക്കുന്നു. നിങ്ങളിൽ വസിക്കുന്ന ഞാൻ തന്നെ നിങ്ങളിൽ അഭിഷേകമാക്കുന്നു. നിങ്ങളിലുള്ള വരദാനങ്ങളെല്ലാം ജ്വലിപ്പിക്കുന്നു. നിങ്ങളിൽ എന്റെ ജ്ഞാനം ഞാൻ പകരുന്നു. എന്റെ ജ്ഞാനം ആദ്യം മുതൽ സകലത്തെയും രൂപപ്പെടുത്തിയ എന്റെ ജ്ഞാനം നിങ്ങളിൽ ഒരു പുതിയ രൂപാന്തരീകരണം നടത്തുകയും ലോകം മുഴുവനെയും അതിന്റെ അജ്ഞതയിൽ നിന്ന് ഞാൻ പുറത്തു കൊണ്ടുവരും. സമുദ്രം ജലം കൊണ്ടെന്നതുപോലെ ഭൂമി മുഴുവനും ദൈവത്തെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. നിറയും. എന്റെ ജ്ഞാനം ഞാൻ നിറയ്ക്കും. എന്റെ ജനമേ, എന്റെ മക്കളെ, ദൈവിക ജ്ഞാനത്തിന് അതിരുകളില്ല. ദൈവിക ജ്ഞാനത്തെ ഞാൻ നിങ്ങളിൽ നിറയ്ക്കുന്നു. ലോകം മുഴുവനും എന്റെ മുമ്പിൽ ത്രാസിലെ തരി പോലെയാണ്. ആ ജ്ഞാനം ഞാൻ നിങ്ങളിൽ നിറയ്ക്കുന്നു. എന്റെ ജ്ഞാനം നിങ്ങളിൽ അളവില്ലാതെ അതിരുകളില്ലാതെ ഇതാ ഇപ്പോൾ ഞാൻ തുറക്കുന്നു. നിങ്ങൾ പഠിക്കാൻ ദാഹിക്കണം. നിങ്ങൾ ജ്ഞാനം നിറയാൻ ദാഹിക്കണം. എല്ലാ വരദാനങ്ങളും എന്റെ അഭിഷേകം നിങ്ങളെല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. കൂടുതൽ അഭിഷേകം നിങ്ങളിൽ ഞാൻ ചൊരിയുന്നു. നിനക്കെതിരെ വരുന്ന സകലതിനെയും ഞാൻ നിർവീര്യമാക്കിക്കൊണ്ട് നിങ്ങൾ എന്റെ ആത്മാവിനാൽ ജ്വലിച്ച് തീപ്പന്തങ്ങളായി മുന്നേറും. തീപ്പന്തങ്ങളായി മുന്നേറും. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ളവരെ, ഈ പ്രവചനത്തെ പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ട് നിങ്ങളും പ്രവചിക്കണം. നിങ്ങളിലേക്ക് പ്രവചനത്തിന്റെ ജ്വാല ഇതാ പകരുന്നു. നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ തന്നെ പ്രവചനം ആരംഭിക്കണം. ആമേൻ, ആമേൻ. ഇതാ വചനത്തിലൂടെ ഇതിനെല്ലാത്തിനും കൺഫർമേഷൻ കിട്ടുകയാണ്. മക്ബായർ 8:18 നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും ആങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഹല്ലേലൂയ. ഇതാ ഇപ്പോ അടയാളമായിട്ട് കിട്ടുന്നത് നെറ്റിയിലൊരു കുരു കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. നെറ്റിയിലൊരു കുരു കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ കഴുത്തിന് വേദനയുള്ള ഒരാളെ സൗഖ്യപ്പെടുത്തുന്നു. കഴുത്തിന് വേദനയുള്ള ഒരാളെ സൗഖ്യപ്പെടുത്തുന്നു. ഇതൊക്കെ ഞാൻ ദർശനത്തിൽ കാണുകയാണ്. ഇപ്പൊ കേട്ടോ, ദർശനത്തിൽ കാണുകയാണ്. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. കർത്താവ്, അങ്ങയുടെ പ്രവചനവും അങ്ങയുടെ അത്ഭുത ശക്തിയും ഈ കാലഘട്ടത്തിൽ പ്രസരിക്കുന്നതിനുള്ള അടയാളമാകട്ടെ. അതോടൊപ്പം ശക്തമായ വയറ്റുവേദന ഉള്ള ഒരാളെ സൗഖ്യപ്പെടുത്തുന്നു. വയറുവേദന സൗഖ്യപ്പെടുത്തുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഈ ക്ലാസ് കൂടുന്ന എല്ലാവരിലേക്കും ഈ ജ്ഞാനം പകരപ്പെടുന്നതിനും അതോടൊപ്പം ഈ രോഗശാന്തികൾ, ഈ അടയാളം മാത്രമല്ല മറ്റുള്ളവർക്ക് എല്ലാ രോഗശാന്തികൾ ഉണ്ടാകുന്നതിനും, അതുപോലെ നമ്മുടെ ഈ ക്ലാസ് കൂടുന്നതിൽ രോഗികളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുപോലെ ഈ ഗ്രൂപ്പിൽ
അസുഖങ്ങളായിട്ടുള്ള എല്ലാവരും കർത്താവേ, അവൻ എല്ലായിടത്തും പോയി വചനം പ്രഘോഷിക്കുകയും സകല രോഗികളെ സുഖപ്പെടുത്തി. ഇത് നമ്മൾ ഇനി കൂടുതൽ നമ്മുടെ ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മൾ കൊറോണ കാലഘട്ടത്തിൽ പ്രാർത്ഥിച്ച പോലെ ഓരോ ദിവസവും നമ്മുടെ ഈ യുണൈറ്റഡ് പ്രയർ, ഈ മതബോധന പഠനത്തിലും കറ്റേനാവറയായാലും എല്ലാം എല്ലാ ദിവസവും രോഗശാന്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. In the name of Jesus, യേശുവിന്റെ നാമത്തിൽ എല്ലാ രോഗങ്ങളും സൗഖ്യമാകട്ടെ. In the name of Jesus. Praise the Lord. നമ്മളിപ്പോ ഉടനെ ക്ലാസ്സിലേക്ക് കയറുകയാണ്. നമ്മളിപ്പം ആരാധന വൈവിധ്യവും രഹസ്യത്തിന്റെ ഏകത്വവും എന്ന പെസഹ രഹസ്യത്തിന്റെ കൗദാശി ആഘോഷത്തിന്റെ രണ്ടാമത്തെ വകുപ്പിലേക്ക് പ്രവേശിക്കുകയാണ്. പെസഹ രഹസ്യത്തിന്റെ കൗദാശി ആഘോഷത്തിന്റെ രണ്ടാം വകുപ്പിലേക്ക് പ്രവേശിക്കുകയാണ്. ആരാധന വൈവിധ്യവും രഹസ്യത്തിന്റെ ഏകത്വവും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. 1200 അതിൽ ചില ഭാഗങ്ങൾ ഇംഗ്ലീഷിലും കൂടി വായിച്ചാലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഈ ഇംഗ്ലീഷും കൂടി നിങ്ങൾ സ്വന്തമാക്കണം. ഇംഗ്ലീഷിൽ ഈ കത്തോലിക്ക സഭയുടെ മതബോധനത്തിന്റെ റിവൈസ്ഡ് എഡിഷൻ, സെക്കൻഡ് എഡിഷൻ വാങ്ങിക്കുന്നത് നല്ലതാണ്. അത് എറണാകുളത്ത് കിട്ടും, എല്ലായിടത്തും കിട്ടും ഇപ്പോൾ ഇത്. അപ്പം പഴയ എഡിഷൻ ഉള്ളത് മാറ്റിയിട്ട് പുതിയ എഡിഷൻ മേടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് പുതിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഇതിൻ്റെ ബാക്കിലുള്ള ഇൻഡെക്സിൽ ഓരോ ഇതിലുള്ള വചനങ്ങളുടെ എല്ലാം ഇൻഡെക്സ് ഉണ്ട്. ഇപ്പം നിങ്ങളൊരു വചനം വായിച്ചിട്ട് അതിനെക്കുറിച്ച് കാറ്റഗിസത്തിൽ എവിടെയാണ് പറഞ്ഞേക്കണമെന്നുള്ളത് ഇതിൽ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ കുറേ ഉപയോഗകരമായ കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പം 1200 201 എല്ലാം വളരെ പ്രധാനപ്പെട്ട ഖണ്ഡികയാണ്. ആദ്യം തന്നെ പറയുന്നത്, അതിൻ്റെ ഹെഡിങ് തന്നെ ഈ കാലഘട്ടത്തിലെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെ ഒരു ചിന്ത അതിലുണ്ട്. എന്താണ്? ആരാധന വൈവിധ്യം. നമുക്കെല്ലാം തോന്നാറുണ്ട്, എന്തിനാണ് ഇത്രയും റീത്തുകൾ? അപ്പൊ അതിൻ്റെ എല്ലാം ഉത്തരം ഇവിടെയുണ്ട്. എന്തിനാണ് ലത്തീൻ റീത്ത്, സീറോ മലബാർ റീത്ത്, മലങ്കര റീത്ത്? കത്തോലിക്ക സഭയിൽ 24 റീത്തുകളുണ്ട്. ലാറ്റിൻ റൈറ്റ്, ലത്തീൻ ആരാധനക്രമം ആണ് ഏറ്റവും വലുത്. എന്നാൽ 23 മറ്റ് റീത്തുകൾ പൗരസ്ത്യ ആരാധനക്രമത്തിലുള്ളതാണ്. എന്തിനാണ് ഇത്രയും റീത്തുകൾ എന്ന് എല്ലാവരും ചോദിക്കാറുള്ളതാണ്. അതിനുത്തരം ഇവിടെ 1201 അത് ആരംഭിക്കുന്നത് ഇവിടെയാണ്. ആരാധന വൈവിധ്യം, രഹസ്യത്തിന്റെ ഏകത്വം. അതാണ് ഇതിനെ ഇതുപോലത്തെ വാക്ക് അവിടെ നിന്ന് കിട്ടിയത് ഞാൻ പലപ്പോഴും, എന്ത് മനോഹരമായ വാക്കാണ്. ലിറ്റർജിക്കൽ ഡൈവേഴ്സിറ്റി ആൻഡ് ദ യൂണിറ്റി ഓഫ് ദ മിസ്റ്ററി. ആരാധന പാരമ്പര്യങ്ങളും സഭയുടെ കാത്തോലികത്വവും, അതാണ് സബ് ഹെഡിങ്. ആരാധന പാരമ്പര്യങ്ങളും സഭയുടെ കത്തോലികത്വവും. 1200 ജെറുസലേമിലെ പ്രഥമ സമൂഹം മുതൽ ക്രിസ്തുവിന്റെ ദ്വിതീയാഗമനം വരെ ഒരേ പെസഹ രഹസ്യമാണ് സഭ. ഒരു പെസഹ രഹസ്യമാണ് സഭ. ഞാനിവിടെ വന്ന ഉടനെ ഇവിടെ ഈ രണ്ടാം വറ്റിക്കാൻ സുനഹദോസിലെ ഡോക്യുമെന്റുകളൊക്കെ പെട്ടെന്ന് മേടിക്കാൻ കിട്ടും. ഇതിനു മുമ്പും മേടിച്ചിട്ടുള്ളതാണ്, അത് വേറെ ആർക്കൊക്കെ കൊടുത്തു. അപ്പം മാർപ്പാപ്പ പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുന്നതാണ്, ഈ
4 ഇതുണ്ട്. ഇതിപ്പോ 2 വന്നു, ബാക്കി 2 ഇപ്പോൾ വരും. ഒന്ന് ലൂമൻ ജെൻഷ്യം, ഗൗഡിയം സ്പെക്സ്, സാക്രോസാൻഡം കൺസീലിയം, ഡി വെർബം. ഈ 4 പ്രമാണ രേഖകൾ എല്ലാ വിശ്വാസികളും ആവശ്യം വായിച്ചിരിക്കേണ്ടതാണ്, പഠിച്ചിരിക്കേണ്ടതാണ്. ഈ 4 പ്രമാണ രേഖകൾ. പ്രത്യേകിച്ച് നമ്മൾ ഈ ജൂബിലി എന്നെല്ലാം പറയുന്നുണ്ടെങ്കിൽ എന്തിന്റെ ജൂബിലി ആഘോഷിക്കണേ? ഒന്ന് ക്രിസ്തുവിന്റെ ജനനത്തിന്റെ 2025 വർഷത്തിന്റെ ജൂബിലി 26 വന്നു. അതോടൊപ്പം കത്തോലിക്ക സഭയിലെ 2025 വർഷത്തിൽ ഏറ്റവും വലിയ ഒരു സംഭവമായിരുന്നു വത്തിക്കാൻ കൗൺസിൽ. 1963 മുതൽ 65 വരെ. 1965 കൗൺസിൽ കഴിഞ്ഞു. 3 വർഷത്തിൽ കൂടുതൽ നീളുന്ന അങ്ങനത്തെ ഒരു മഹാസംഭവം. ആ കൗൺസിൽ കഴിഞ്ഞതിൻ്റെ 60 വർഷമാകുന്ന ജൂബിലി കൂടിയാണ്. അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പല പ്രാവശ്യം പറഞ്ഞു, 4 കോൺസ്റ്റിറ്റ്യൂഷണൽ ഡോക്യുമെന്റുകളെങ്കിലും എല്ലാവരും പഠിക്കണം. എന്തെല്ലാമാണത്? ലൂമൻ ജെൻഷ്യം, ഗൗഡിയം സ്പെക്സ്, സാക്രോസാൻഡം കൺസീലിയം, ഡി വെർബം. അപ്പം ഈ ലൂമൻ ജെൻഷ്യത്തിന്റെ ആദ്യ പാരഗ്രാഫിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. ജെറുസലേമിലെ പ്രഥമ സമൂഹം മുതൽ ക്രിസ്തുവിന്റെ ദ്വിതീയ ആഗമനം വരെ ഒരേ പെസഹ രഹസ്യമാണ് സഭ. കണ്ടോ, സഭ ഒരു പെസഹ രഹസ്യമാണ്. From the first community of Jerusalem until the parousia, it is the same Paschal mystery that the churches of God, കണ്ടോ, സഭ, that the churches, ഇവിടെ churches എന്നാണ് പറയുന്നത്, churches, faithful to the apostolic faith, celebrate in every place. അപ്പസ്തോലിക വിശ്വാസത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ഒരേ സ്ഥലത്ത് ആഘോഷിക്കുന്നത്. അതാണ് ആരാധനയിൽ ആഘോഷിക്കപ്പെടുന്ന രഹസ്യം ഒന്ന് തന്നെയാണ്. അതാണ് വ്യത്യസ്തമായ ആരാധന പാരമ്പര്യങ്ങൾ ഉണ്ടെങ്കിലും ആരാധനയിൽ ആഘോഷിക്കപ്പെടുന്ന രഹസ്യം ഒന്ന് തന്നെയാണ്. എന്നാൽ അതിന്റെ ആഘോഷ രൂപങ്ങൾ വിവിധങ്ങളാണ്. ആഘോഷ രൂപങ്ങൾ but the forms of its celebration are diverse. Praise the Lord. സന്തോഷായോ? നമുക്ക് സംശയമാണ്, എന്തിനാണ് ഈ ബഹളവും എല്ലാം? അങ്ങോട്ട് തിരിയണോ ഇങ്ങോട്ട് തിരിയണോ? എന്തിനാണ് ഇതിന്റെ ബഹളമൊക്കെ? അപ്പൊ അതിനെല്ലാം കാരണങ്ങളുണ്ട്. സഭയുടെ പ്രബോധനം ഇതാണ്. ഒന്നുകൂടി വായിക്കാം. ആരാധനയിൽ വൈവിധ്യമുണ്ട്, ഉണ്ടാകണം. രഹസ്യത്തിന്റെ ഏകത്വം. എന്നാൽ ആ രഹസ്യങ്ങളിൽ നാനാത്വമുണ്ടെങ്കിലും അത് ഏകത്വമാണ്. എന്താണ് ഏകത്വം? ആരാധനാ പാരമ്പര്യങ്ങളും സഭയുടെ കാത്തോലികത്വവും. 1200 ജെറുസലേമിലെ പ്രഥമ സമൂഹം മുതൽ, അതായത് ഈശോ തന്നെ ഉയർത്തെഴുന്നേറ്റ 40 ദിവസം അപ്പസ്തോലന്മാരോട് കൂടെ ഇരുന്നു, ഒപ്പം ആരാധിച്ചു, ബലിയർപ്പിച്ചു. അതൊന്ന് ഓർക്കുക. ഉയർത്തെഴുന്നേറ്റ കർത്താവ് തന്നെ ആദ്യം ചെയ്തത് എമ്മാവൂസിലേക്ക് പോകുമ്പോൾ അവരോടുകൂടെ ബലിയർപ്പിച്ചു. അതുപോലെ തന്നെ തെബേരിയോസ് കടപ്പുറത്ത് ബലിയർപ്പിച്ചു. അങ്ങനെ അപ്പമെടുത്ത് വാഴ്ത്തി കൊടുത്തപ്പോഴാണ് അവരുടെ കണ്ണ് തുറന്നത്. അവരെല്ലാം സഭ വിട്ടു പോകാൻ ഒരുങ്ങിയപ്പോ അതിൽ നിന്നും അവരെ തിരിച്ചു കൊണ്ടുവന്നത് ഈ ബലിയർപ്പണമാണ്, ആരാധനാക്രമമാണ്. അപ്പം ആരാധനാക്രമം
രഹസ്യത്തിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകാം. അത് പരിശുദ്ധാത്മാവ് തന്നെ രൂപപ്പെടുത്തിയിട്ടുള്ളതാണ് ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നത്. ജെറുസലേമിലെ പ്രഥമ സമൂഹം മുതൽ ക്രിസ്തുവിന്റെ ദ്വിതീയാഗമനം വരെ ഒരേ പെസഹ രഹസ്യമാണ് സഭ. പെസഹ രഹസ്യമാണ് സഭ. അപ്പൊ സഭ എന്നത് തന്നെ ഒരു കൂദാശയാണ് എന്നാണ് ലൂമൻ ജംഗ്ഷ്യം ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത്. സഭ തന്നെ ഒരു കൂദാശയാണ്. അപ്പസ്തോലിക വിശ്വാസത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ഓരോ സ്ഥലത്തും ആഘോഷിക്കുന്നത്. ആരാധനയിൽ ആഘോഷിക്കപ്പെടുന്ന രഹസ്യമൊന്നു തന്നെയാണ്. എന്നാൽ അതിൻ്റെ ആഘോഷ രൂപങ്ങൾ വിവിധങ്ങളാണ്. 1201 ഇനി കൂടുതൽ അത് കൃത്യമായി പറയുന്നത്. 1201 ക്രിസ്തു രഹസ്യം ഏതെങ്കിലും ഒരു ആരാധനാ പാരമ്പര്യത്തിൽ മാത്രം പൂർണ്ണമായി പ്രകാശിതമാകാനാവാത്ത വിധം അഗാധമായ വിധത്തിൽ സമ്പന്നമാണ്. എന്തോ ഒരു മനോഹരമാണ്. ഒന്നെല്ലാവരും അത് ഏറ്റു പറഞ്ഞേ. ക്രിസ്തു രഹസ്യം ഏതെങ്കിലും ഒരു ആരാധനാ പാരമ്പര്യത്തിൽ മാത്രം പൂർണ്ണമായി പ്രകാശിതമാകാനാവാത്ത വിധം അഗാധമായ വിധത്തിൽ സമ്പന്നമാണ്. The mystery of Christ is so unfathomably rich that it cannot be exhausted by its expression in any single liturgical tradition. നമ്മൾ കിഴക്കിന്റെ വെളിച്ചം പഠിച്ചപ്പോൾ ഇത് മനസ്സിലാക്കി. ഒരു പ്രാവശ്യം നമ്മൾ കിഴക്കിന്റെ വെളിച്ചം മുഴുവനും പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതിങ്ങനെ പഠിച്ചാൽ പോരാ, ഇത് കൂടുതൽ ആഴത്തിൽ പഠിക്കണം എന്നും. അങ്ങനെ വീണ്ടും ഒരു റൗണ്ട് കൂടി നമ്മൾ പഠിച്ചു. നമ്മൾ അതിൽ അഭിമാനിക്കണം. ഞാൻ പറയാറുണ്ട്, ഇൻസുലിൻ എടുക്കുമ്പോൾ ശരീരത്തിൽ ഒരു സ്ഥലത്ത് കുത്തുന്നു, എന്നാൽ അധികം താമസിയാതെ ഇൻസുലിൻ ശരീരം മുഴുവനും പ്രസരിക്കുന്നു. എന്നപോലെ നമ്മൾ ഈ പഠിക്കുന്ന ഈ കൗദാശിക രഹസ്യം, ഈ സഭയുടെ രഹസ്യങ്ങൾ നമ്മൾ ഓരോരുത്തരുമാകുന്ന സഭാ ശരീരത്തിൽ ഇൻസുലിൻ പോലെയാണ്. അത് സഭ മുഴുവനും പ്രസരിക്കും. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ആഴ്ച അയർലൻഡിൽ മാതാവിൻ്റെ പ്രത്യക്ഷൻ നടന്ന നോക്കിലായിരുന്നു. അവിടെ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിച്ചിട്ട് വിടുതൽ കിട്ടിയ ഒരു ഭവനമാണ് അവിടുത്തെ ഇപ്പോൾ ഒരു ആരാധനാ കേന്ദ്രവും സുവിശേഷ പ്രഘോഷണ വേദിയുമായിരിക്കുന്നത്. എല്ലാ മാസവും അവിടെ ഞാനിപ്പോൾ പോകണം. അപ്പം അവിടെ കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിൽ വളരെ കൃത്യമായി എല്ലാവർക്കും മനസ്സിലായി. ഒരുപാട് പേര് പല ഡിവോഷനുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഡിവോഷനുകൾ, ഭക്തിമാർഗങ്ങൾ. അങ്ങനെ ഒരുപാട് ഭക്തിമാർഗങ്ങൾ നമ്മൾ വളരെ ആവേശത്തോടെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തിരുഹൃദയത്തിൻ്റെ ഭക്തി, കരുണയുടെ ഭക്തി, മാതാവിൽ കൊന്ത ഭക്തി, ഇതെല്ലാം ഭക്തിമാർഗങ്ങളാണ്. എന്നാൽ അത് പോരാ. വിശ്വാസം വളരണമെങ്കിൽ സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങൾ, പ്രത്യേകിച്ച് വിശ്വാസ സത്യങ്ങൾ പഠിക്കണം. വിശ്വാസ സത്യങ്ങൾ, ആ വിശ്വാസ സത്യങ്ങൾ പഠിക്കുകയും അത് വിശ്വാസത്തിന്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് എന്ന് ഉൾക്കൊണ്ട് അതിനെ സഭയുടെ ആധികാരികതയിൽ നിന്ന് സ്വീകരിക്കണം.
അപ്പോഴേ നമ്മുടെ വിശ്വാസം വളരുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം നങ്കൂരമടിക്കുന്നില്ല. നങ്കൂരമടിച്ചില്ലെങ്കിൽ കാറ്റ് തങ്ങട് ഇറക്കത്തിങ്ങട്, അങ്ങനെ കപ്പൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കൊണ്ടിരിക്കും. അപ്പോ എബ്രായ ലേഖനത്തിൽ 6-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, അവിടുന്ന് അബ്രാഹത്തിനോട് നൽകിയ ശപഥവും അബ്രാഹത്തിനോട് നൽകിയ ഉടമ്പടിയും, ആ ഉടമ്പടിയെ ഉറപ്പിച്ച് കർത്താവിന് തന്നെ ആ ഉടമ്പടിയിൽ നിന്ന് പിന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ ഒരു ശപഥത്താൽ അതിനെ ഉറപ്പിച്ചു. ഈ രണ്ട് കാര്യങ്ങളിൽ മുറുക്കെ പിടിക്കുന്നവൻ തന്റെ ആത്മാവിനെ നങ്കൂരമടിച്ചിരിക്കുന്നു. നങ്കൂരം. അപ്പൊ എൻ്റെ അടുത്ത് ചില സുവിശേഷ പ്രവർത്തകര് കൗൺസിലിങ്ങിന് വരുമ്പോ ഞാൻ അവരോട് ചോദിക്കും, നങ്കൂരം അടിച്ചിട്ടുണ്ടോ? അതെന്താ സാറേ അങ്ങനെ പറയണേ? അതെന്താണ് ഈ നങ്കൂരം? അതെന്താണ് ഈ നങ്കൂരം? അതാണ്. അപ്പൊ അത് മനസ്സിലായില്ല എന്നർത്ഥം. അപ്പൊ അതിന്റെ അർത്ഥം വിശ്വാസത്തിൽ ഇപ്പോഴും വളർന്നിട്ടില്ല. ഞാൻ ചോദിക്കും, നങ്കൂരം അടിച്ചിട്ടുണ്ടോ? അതെന്താ സാറേ നങ്കൂരം? ആഹാ, അപ്പൊ ഇപ്പോഴും അത്ര വരെ ആയിട്ടുള്ളൂ അല്ലേ? സാരമില്ല. നങ്കൂരം എന്ന് പറയുന്നത് ഇതാണ്. എബ്രായർ 6:19 എഴുതിയിരിക്കുന്നു, ഈ പ്രത്യാശ നമ്മുടെ ആത്മാവിന്റെ സുരക്ഷിതവും സുസ്ഥിരവുമായ നങ്കൂരം പുരാൻ. അപ്പൊ 1201 പറയുന്നത്, ക്രിസ്തു രഹസ്യം ഏതെങ്കിലും ഒരു ആരാധനാ പാരമ്പര്യത്തിൽ മാത്രം പൂർണ്ണമായി പ്രകാശിതമാകാനാവാത്ത വിധം അഗാധമായ വിധത്തിൽ സമ്പന്നമാണ്. പക്ഷേയുള്ളവരെ, എനിക്ക് 23 റീത്ത് മുഴുവനൊന്നും അറിയില്ലെങ്കിലും 4 റീത്ത് എനിക്ക് കുറെയെല്ലാം അറിയാം. 1 സീറോ മലബാർ, 2 ലത്തീൻ റീത്ത്, 3 സീറോ മലങ്കര, 4 ബൈസന്റൈൻ റീത്ത്, 5 ഗ്രീക്ക് കാത്തലിക്. ഇത്രയും റീത്തുകളിലെ ആരാധനാക്രമത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് യാതൊരു തരത്തിലും ഒരു മനസ്സിന് പ്രയാസമില്ല, മറിച്ച് വലിയ സന്തോഷമാണ്. ഓരോ റീത്തിലെയും ആ ആരാധന വൈവിധ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സഭയുടെ പ്രബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ ആരാധനാക്രമത്തിൽ പങ്കുകൊള്ളാൻ എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം അത് മനസ്സിലായതുകൊണ്ടാണത്. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ഒരു ആരാധനാക്രമത്തിൽ മാത്രം നമ്മൾ കളിച്ചു തൂങ്ങി നിന്നാൽ പോരാ. ഒരു ആരാധനാക്രമത്തിൽ മാത്രം ഈ ക്രിസ്തു രഹസ്യം മുഴുവനായി വിവരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ പെട്ടെന്ന് എൻ്റെ അകത്ത് വരുന്നത് മലങ്കര കുർബാനയിലെ ആമുഖ ഗീതമാണ്. വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു. കണ്ടോ? വെളിവീരടിയാരഖിലാധാരമതാ വെളിവും നീ കാന്ത്യാനോ. അതുപോലെ തന്നെ മറ്റൊന്ന്, ഈശോയുടെ മനുഷ്യാവതാരം, പീഡാസഹനം, മരണം, ഉയർപ്പ്, സ്വർഗാരോഹണം, ഇതെല്ലാത്തിൻ്റെയും അനുസ്മരണമാണ് ഈ കൂദാശ. നാഥാ നിൻ ജനനം, നാഥാ നിൻ ജനനം, സ്നാനം, പീഡ, ക്രൂശേറ്റം, മൃതിയുത്ഥാനം, സ്വർഗാരോഹണമിവയും പൂർവപിതാക്കളെയും
ഓർമ്മിച്ചിടുന്നീയാഗത്തിൽ. കേട്ടോ, അതുപോലെ തന്നെ ബൈസന്റൈൻ ആരാധനക്രമത്തിൽ വിശുദ്ധ സുവിശേഷം കയ്യിലെടുത്തുകൊണ്ട് വൈദികൻ വന്നിട്ട് പ്രഖ്യാപിക്കുന്നത് ഇതാണ്: ജ്ഞാനം ശ്രദ്ധയോടെ കേൾക്കുവിൻ, സോഫിയ ഓർത്തി, wisdom be attentive. എന്ത് വിസ്മയനീയമാണ് ജ്ഞാനമാണത്, ജ്ഞാനം. കുടിയലായിസോൻ കുടിയലായിസോൻ കുടിയലായിസോൻ. പാഴൂഴിയിൽ ഉയരും ശോശാന പൂക്കൾ പോൽ കൈപ്പണിയില്ലാത്തൊരു വസ്ത്രം ചാർത്തിയിടുമ്പോൾ ആദാം മക്കൾക്കായി റുക്കുദിശ നെയ്ത വസ്ത്രമുയർപ്പിൽ ചാർത്തിയിടും പുണ്യാത്മാക്കൾ. യജമാനൻ വരുമന്നേരത്ത് ഉണർവുള്ളോരായി കാണുന്നോർക്ക് അവനരമുറുക്കി പരികർമ്മിച്ചിടും. ഉണ്ടോ? യജമാനൻ വരുന്ന സമയത്ത് ഉണർന്നിരിക്കുന്നവർക്ക് യജമാനൻ അരമുറുക്കി ശുശ്രൂഷിക്കുന്നു. ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നാണ് ആ ഭാഗം. ലൂക്ക 12:34 മുതൽ 37 വരെയുള്ള ഭാഗത്തിൽ നിന്നാണ്. അതുപോലെ ലത്തീൻ ആരാധനാക്രമത്തിലെ ആമുഖഗീതങ്ങൾ, എന്തോ ഒരു വിസ്മയമാണ് ആമുഖഗീതങ്ങൾ. കർത്താവേ, അങ്ങയുടെ മനുഷ്യാവതാരത്തിലൂടെ അങ്ങ് ഞങ്ങളുടെ ആദത്തിന്റെ പാപം മൂലം ദുർബലമായ ശരീരങ്ങളെ അങ്ങയുടെ ദൈവീകതയുമായിട്ട് വെച്ചുമാറി. അതുപോലെ O Lord, through your incarnation you have reconciled us with the Father. അങ്ങയുടെ മനുഷ്യാവതാരത്തിലൂടെ അങ്ങ് ഞങ്ങളെ പിതാവുമായിട്ട് അനുരഞ്ജിപ്പിക്കുകയും അങ്ങയുടെ പീഡാസഹനത്തിലൂടെ ഞങ്ങളുടെ പാപങ്ങളെ ഉന്മൂലനം ചെയ്യുകയും അങ്ങയുടെ ഉത്ഥാനത്തിലൂടെ ഞങ്ങൾക്ക് പുതുജീവൻ നൽകുകയും അങ്ങയുടെ സ്വർഗാരോഹണത്തിലൂടെ സ്വർഗം ഞങ്ങൾക്കായി മുട്ടിത്തുറക്കുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ സകല മാലാഖാവൃന്ദത്തോടും സ്രാഫുക്കളോടും ഒപ്പം ഞങ്ങൾ അങ്ങേ പാടി സ്തുതിക്കുന്നു. കണ്ടോ? ലൂക്ക 12:37. യജമാനൻ വരുമന്നേരത്ത് ഉണർവുള്ളോരായി കാണുന്നവർ ഭാഗ്യവാന്മാർ. സത്യമായ നിങ്ങളോട് പറയുന്നു, അവൻ അരമുറുക്കി അവരെ ഭക്ഷണത്തിനിരുത്തുകയും അടുത്ത് ചെന്ന് അവരെ പരിചരിക്കുകയും ചെയ്യും. മനസ്സിലായോ? യജമാനൻ വരുമന്നേരത്ത് മുന്തിരിത്തോപ്പിൽ പണിയുന്നോര്. അങ്ങനെയുണ്ട്. വെറുതെ ഉണർന്നിരിക്കുകയല്ല. വേണ്ടോ? ഞാനൊക്കെ രാവും പകലും മുന്തിരിത്തോപ്പിൽ പണിയാണ് ഇവിടെ. അങ്ങനെ രാവും പകലും മുന്തിരിത്തോപ്പിൽ പണിയുള്ളവരെ യജമാനൻ ശുശ്രൂഷിക്കുന്നു. ഹല്ലേലൂയ. സുറിയാനി കുർബാനയിലെ അനാഫറ പ്രാർത്ഥന കഴിഞ്ഞിട്ടുള്ള ഒരു പ്രാർത്ഥനയാണല്ലോ. നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്കായി ചെയ്തിട്ടുള്ളത്. അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ച ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും പാപികളായ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുകയും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും. കണ്ടോ? ഇത് ആ ആമുഖഗീതത്തിൽ പാടിയത് തന്നെയല്ലേ? ലത്തീൻ ആമുഖഗീതത്തിൽ പറഞ്ഞ കാര്യം തന്നെയല്ലേ ഇവിടെ?
അപ്പോൾ ഒരേ രഹസ്യമാണ്, എന്നാൽ വ്യത്യസ്ത ആഘോഷ രൂപങ്ങളിൽ ആണത്, വിവിധ ആഘോഷ രൂപങ്ങളിൽ. ഇപ്പൊ പറഞ്ഞ പ്രാർത്ഥനയാണ് റാസാക്രമത്തിൽ 79-ാമത്തെ പേജിൽ. ഓക്കെ, നമ്മൾ തുടർന്ന് മനസ്സിലാക്കാം. അടുത്ത വരിയാണ്, ഈ റീത്തുകളുടെ ഉദ്ഭവത്തിന്റെയും വികസനത്തിന്റെയും ചരിത്രം ശ്രദ്ധേയമായ ഒരു പരസ്പര പൂരകത്തിന് സാക്ഷ്യം വഹിക്കുന്നു. കണ്ടോ, റീത്തുകൾ. എന്തിനാണ് ഈ റീത്തുകൾ? ഓരോരുത്തർ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഈ റീത്തുകളിലാണ് ഓരോ ക്രിസ്തു രഹസ്യം, എല്ലാ റീത്തുകളും കൂടി ഒരുമിച്ച് നമ്മൾ പഠിക്കുമ്പോഴാണ് എല്ലാവർക്കും ഈ റീത്തുകളെ മനസ്സിലാക്കാം. ഒരു റീത്തിലുള്ളവർക്ക് മറ്റേ റീത്തുകളെ പഠിക്കണം എന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കിഴക്കിന്റെ വെളിച്ചത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊരു വിശ്വാസത്തിന്റെ രഹസ്യമാണ്. ഓരോ വിശ്വാസിയും കത്തോലിക്ക സഭയിലാണ് വിശ്വസിക്കുന്നത്. ഒരു കത്തോലിക്ക സഭയിലുള്ള ഒരു സഭയിൽ മാത്രമല്ല, കത്തോലിക്ക സഭയിലുള്ള 24 സഭകളിലും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദിവ്യ രഹസ്യങ്ങളെ എല്ലാവർക്കും അവകാശമാണ്. കാരണം ഒരു രീതിയിൽ മാത്രം അത് പ്രകാശിതമാകാനാവാത്ത വിധം അഗാധമായ വിധത്തിൽ സമ്പന്നമാണ്. ഈ രീതികളുടെ ഉദ്ഭവത്തിന്റെയും വികസനത്തിന്റെയും ചരിത്രം ശ്രദ്ധേയമായ ഒരു പരസ്പര പൂരകത്തിന് സാക്ഷ്യം വഹിക്കുന്നു. അത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. സഭകൾ അവയുടെ ആരാധന പാരമ്പര്യങ്ങൾ വിശ്വാസത്തിലും വിശ്വാസത്തിന്റെ കൂദാശകളുടെ ഐക്യത്തിലും ജീവിച്ചപ്പോൾ അവർ പരസ്പരം സമ്പന്നമാകുകയും പാരമ്പര്യത്തോടും സഭ മുഴുവന്റെയും പൊതു ദൗത്യത്തോടുമുള്ള വിശ്വസ്തതയിൽ വളരുകയും ചെയ്യുന്നു. വിശുദ്ധ പോൾ ആറാമൻ മാർപ്പാപ്പയുടെ എവാഞ്ചലി നുൻഷ്യാൻഡിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. സഭകൾ അവരുടെ ആരാധന പാരമ്പര്യങ്ങൾ വിശ്വാസത്തിലും വിശ്വാസത്തിന്റെ കൂദാശകളുടെ ഐക്യത്തിലും ജീവിച്ചപ്പോൾ അവർ പരസ്പരം സമ്പന്നമാക്കുകയും പാരമ്പര്യത്തോടും സഭ മുഴുവന്റെയും പൊതു ദൗത്യത്തോടുമുള്ള വിശ്വസ്തതയിൽ വളരുകയും ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. നമുക്ക് ഇതിന്റെ സൈഡ് പാരഗ്രാഫുകളിലേക്ക് നോക്കാം. 2625. ഒന്നാമതായി, വിശ്വാസികൾ കേൾക്കുകയും വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനകളെ, പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളെ, ക്രിസ്തുവിൽ അവ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടെന്ന കാരണത്താൽ വിശ്വാസികൾ സ്വന്തമാക്കുന്നു. സങ്കീർത്തനങ്ങളെ, ഇത് വളരെ പ്രഭാതമായൊരു വിഷയമാണ്. സങ്കീർത്തനങ്ങളെ ക്രിസ്തുവിൽ അവ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടെന്ന്, അതാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിൽ 27-44 ഈശോ തന്നെ പറഞ്ഞു, എന്നെ കുറിച്ച് സങ്കീർത്തനങ്ങളിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും എഴുതിയേക്കുന്നത് പൂർത്തിയാകണ്ടേ? ഈശോ കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ചില്ലേ, എലി എലി ലമാ സബക്താനി? അത് 22-ാം സങ്കീർത്തനമാണ്. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ കൈവടിഞ്ഞു? ആ സങ്കീർത്തനം ഈശോ കുരിശിൽ ബലിയർപ്പിക്കുമ്പോൾ ഈശോയിലുള്ള മനുഷ്യ ശരീരം ഈശോയുടെ ദൈവത്വവുമായിട്ട്, അല്ലെങ്കിൽ ഈശോയുടെ ദൈവത്വം ഈശോയുടെ മനുഷ്യ ശരീരത്തെ വിശുദ്ധീകരിക്കുന്ന കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഈശോയുടെ ദൈവത്വം അതിനെ വിട്ടുപോയിട്ട്, എന്നാൽ ആ ശരീരത്തിൽ നിന്നും ദൈവത്വം പോകുന്നില്ല. ആ ശരീരത്തിൽ ദൈവത്വമുണ്ട്. ആ ദൈവത്വമാണ് ആ ശരീരത്തെ
പുനരുജ്ജീവിപ്പിക്കുന്നു. അങ്ങനെ നമുക്ക് പുതിയൊരു ശരീരം തരുന്നു. അപ്പോൾ ഇതെല്ലാം സങ്കീർത്തനങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അവരെന്റെ കൈകാലുകൾ കുത്തിത്തുളയ്ക്കും, അവരെന്റെ വസ്ത്രങ്ങൾക്ക് ചിട്ടിയിടും. കർത്താവിന്റെ നീതിമാൻ അഴുകാൻ അവിടെ നിന്ന് അനുവദിക്കുകയില്ല. അവൻ 3-ാം ദിവസം ഉയർക്കും. അപ്പോൾ വിശ്വാസികൾ കേൾക്കുകയും വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനകളെ, പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളെ, ക്രിസ്തുവിൽ അവ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടെന്ന കാരണത്താൽ വിശ്വാസികൾ സ്വന്തമാക്കുന്നു. സഭയുടെ പ്രാർത്ഥനയിൽ ക്രിസ്തുവിന്റെ ഓർമ്മ സജീവമായി നിലനിർത്തുന്ന പരിശുദ്ധാത്മാവ് അവളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുകയും സഭയുടെ ജീവിതത്തിലും കൂദാശകളിലും ദൗത്യ നിർവഹണത്തിലും പ്രവർത്തന നിരതനായ ക്രിസ്തുവിന്റെ അമേയ രഹസ്യത്തെ ആവിഷ്കരിക്കാൻ പുതിയ പുതിയ പാങ്ഭയങ്ങൾക്ക് പ്രചോദനം നൽകുകയും ചെയ്യുന്നു. മഹത്തായ ആരാധനാ ക്രമപരവും ആധ്യാത്മികവുമായ പാരമ്പര്യങ്ങളിൽ ഈ പറഞ്ഞ വാഗ്മയങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പസ്തോലികവും കാനോനികവുമായ വിശുദ്ധ ഗ്രന്ഥങ്ങളിലൂടെ വെളിച്ചപ്പെടുത്തിയിട്ടുള്ള പ്രാർത്ഥനാ രൂപങ്ങൾ എന്നും ക്രൈസ്തവ പ്രാർത്ഥനയുടെ മൂലമാതൃകകളായി നിലനിൽക്കും. അപ്പൊ ക്രൈസ്തവ പ്രാർത്ഥനയുടെ മൂലമാതൃക എന്താ? ഈശോ തന്നെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. ഈശോയും മാതാവുമെല്ലാം സങ്കീർത്തനങ്ങൾ ഉപയോഗിച്ചാണ് പ്രാർത്ഥിച്ചിരുന്നത്. സങ്കീർത്തനങ്ങൾ ഈശോയുടെ പ്രാർത്ഥനാ പുസ്തകമായിരുന്നു. അതുകൊണ്ടാണ് എല്ലാ പാരമ്പര്യങ്ങളിലും പ്രധാനമായി സങ്കീർത്തനങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. 2663 പ്രാർത്ഥനയുടെ മാർഗം. ആരാധനാക്രമം എന്ന് പറഞ്ഞാൽ തന്നെ പ്രാർത്ഥനയുടെ മാർഗമാണ്, ദൈവരഹസ്യങ്ങളുടെ മാർഗമാണ്. പ്രാർത്ഥനയുടെ സജീവ പാരമ്പര്യത്തിൽ ഓരോ സഭയും അതിൻ്റെ ചരിത്രപരവും സാമൂഹികവും സാംസ്കാരികവുമായ പശ്ചാത്തലമനുസരിച്ച് സ്വന്തം വിശ്വാസികളുടെ മുൻപിൽ വാക്കുകളും ഗാനങ്ങളും ആംഗ്യങ്ങളും പ്രതീക ചിത്രകലയും കലർന്ന ഒരു പ്രാർത്ഥനാ ശൈലി അവതരിപ്പിക്കുന്നു. ഒന്നുകൂടി വായിക്കാം. 2663 പ്രാർത്ഥനയുടെ മാർഗം. പ്രാർത്ഥനയുടെ സജീവ പാരമ്പര്യത്തിൽ ഓരോ സഭയും അതായത് ലത്തീൻ സഭയും മലങ്കര സഭയും സീറോ മലബാർ സഭയും ബൈസന്റൈൻ സഭയും അതിൻ്റെ ചരിത്രപരവും സാമൂഹികവും സാംസ്കാരികവുമായ പശ്ചാത്തലമനുസരിച്ച് സ്വന്തം വിശ്വാസികളുടെ മുൻപിൽ വാക്കുകളും ഗാനങ്ങളും ആംഗ്യങ്ങളും പ്രതീക ചിത്രകലയും അതായത് ഐക്കോൺസ് കലർന്ന ഒരു പ്രാർത്ഥനാ ശൈലി അവതരിപ്പിക്കുന്നു. ഈ പ്രാർത്ഥനാ രീതികൾക്ക് അപ്പസ്തോലിക വിശ്വാസത്തിന്റെ പാരമ്പര്യത്തോടും വിശ്വസ്തതയുണ്ടെന്ന് വിവേചിച്ചറിയുക എന്ന ചുമതല സഭയുടെ പ്രബോധനാധികാരത്തിലാണ്. ഇപ്പോഴും യേശുക്രിസ്തുവിനെ ലക്ഷ്യം വയ്ക്കുന്ന അവരുടെ അർത്ഥം വിശദീകരിക്കേണ്ടത് അജപാലകരും മതബോധകരുമാണ്. പ്രൈസ് ദ ലോർഡ്. അതാണ്. മറ്റൊന്ന് 1158 ആഘോഷം നടത്തുന്ന ദൈവജനത്തിന്റെ സാംസ്കാരിക സമ്പന്നതയിൽ അവതരിപ്പിക്കുമ്പോൾ അടയാളങ്ങളുടെ ഗാനം, സംഗീതം, വാക്കുകൾ, പ്രവൃത്തികൾ, മനോജ്ഞ സമന്വയം കൂടുതൽ പ്രകടവും ഫലപ്രദവുമായിരിക്കും. സാക്രസാൻഡം കൺസീലിയം. അതുകൊണ്ട് വിശ്വാസികളുടെ ഭക്തി ഗാനാലാപം ബുദ്ധിപൂർവം പരിപോഷിപ്പിക്കണം. ഭക്തിയിലും വിശുദ്ധ അഭ്യാസങ്ങളിലും
ആരാധനാ ശുശ്രൂഷകളിലും സഭയുടെ നിയമങ്ങൾക്കനുസൃതമായി വിശ്വാസികളുടെ സ്വരങ്ങൾ മുഴങ്ങണം. എന്നാൽ ആലപിക്കാൻ ഉദ്ദേശിക്കുന്ന ഗാനത്തിന്റെ വാക്കുകൾ എപ്പോഴും കത്തോലിക്ക പ്രബോധനത്തിന് ചേർന്നതായിരിക്കണം. യഥാർത്ഥത്തിൽ അവ പ്രധാനമായും വിശുദ്ധ ലിഖിതങ്ങളിൽ നിന്നും ആരാധനാക്രമ സ്രോതസ്സുകളിൽ നിന്നും എടുത്തവയായിരിക്കണം. സാക്രസാന്തം കൺസീലിയം, അതായത് ആരാധനാക്രമത്തിൽ പാടുന്ന പാട്ടുകൾ അത് സഭയുടെ സ്രോതസ്സിൽ നിന്നുള്ളതാണ്. ഈയിടയ്ക്ക് എവിടെയോ ഞാൻ ആരാധന നയിക്കുന്ന നേരത്ത് കുർബാനയിലെ കാഴ്ചവെപ്പിന്റെ നേരത്ത് അവര് വേറെ പാട്ടുകൾ പാടി. അപ്പൊ ഞാനിവിടെ പുസ്തകം പിടിച്ചോണ്ട് നിൽക്കുകയാണ്, കുർബാന പുസ്തകം. നമുക്ക് ഏറ്റവും വലിയ ആഗ്രഹമാണ് ആ കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെടുന്നു, മിശിഹാ കർത്താവിൻ തിരുമൈ നിണവുമിതാ പാവന ബലിപീഠേ. ഇത് കേൾക്കാനും ഒരുമിച്ച് പാടാനും കൊതിച്ചിങ്ങനെ ഇരിക്കുമ്പോ അവിടെ വേറെ എന്തോ ഒരു പാട്ട് പാടി. എനിക്ക് ഭയങ്കര പ്രയാസമായി. അപ്പൊ ഞാനത് കഴിഞ്ഞപ്പോ അവരോട് സൂചിപ്പിച്ചു, നമ്മൾ തക്സ തുറന്ന് ഇവിടെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആരാധനാ സമൂഹം, പ്രാസാക്രമവും മറ്റേ കുർബാന പുസ്തകം. എന്നിട്ട് ഈ ഗാനം എന്തിനാ പാടിയത്? ഒരിക്കൽ ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, അതിനിപ്പോ മിശിഹാകർത്താവിന്റെ ശരീരരക്തം ആയില്ലല്ലോ, ഇപ്പൊ അപ്പവും വീഞ്ഞുമല്ലേ. എനിക്ക് ഭയങ്കര പ്രയാസം തോന്നി. ഞാൻ അദ്ദേഹത്തിനോട്, നീ എന്താ വിചാരിച്ചേക്കണത്? ഇത് മണ്ടന്മാരാണ് ഇത് എഴുതി വെച്ചേക്കണത്, നിനക്ക് വലിയ ജ്ഞാനമുണ്ടെന്നാ വിചാരിക്കണേ എന്ന് ഞാൻ അവനോട് പറഞ്ഞു. അല്ല ബ്രദറെ ഒന്ന് പറഞ്ഞേ. അങ്ങനെ നീ പറയേ. അപ്പൊ ഇവിടെ ഇതിന്റെ എല്ലാം അതെല്ലാം രഹസ്യങ്ങളാണ്. രഹസ്യം ഇതാണ്, ഈ അർപ്പിക്കുന്ന ബലിയിൽ അർപ്പണ വസ്തുവായിട്ട് അർപ്പിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ശരീരം തന്നെയാണ്. ആ യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ പ്രപഞ്ചം മുഴുവനും അടങ്ങിയിരിക്കുന്നു, സകല മനുഷ്യരും അടങ്ങിയിരിക്കുന്നു. മിശിഹാ കർത്താവിൻ തിരുമൈ നിണവുമിതാ എന്ന് പറയുന്നത് മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിന്റെ ശരീരത്തിൽ മനുഷ്യവർഗം മുഴുവനും മാത്രമല്ല ഈ സകല സൃഷ്ടിജാലങ്ങളും അടങ്ങിയിരിക്കുന്നു. നമ്മൾ പുൽത്തൊഴുത്തുണ്ടാക്കുമ്പോൾ അവിടെ ക്രിസ്മസിന് കൃപ് പുൽക്കൂട് ഉണ്ടാക്കുമ്പോൾ അവിടെ ആരെല്ലാം ഉണ്ട്? ഔസേപ്പിതാവും മാതാവും ഉണ്ണീശോ മാത്രമാണോ? എന്തിനാണ് പുൽത്തൊഴുത്തിൽ പോയി പിറന്നത്? അവിടെ മറ്റു കുറെ ആൾക്കാരുണ്ട്, അവിടെയുള്ള കന്നുകാലികൾ. ആ കന്നുകാലികളെല്ലാം ക്രിസ്തുവിന്റെ ദൈവം സൃഷ്ടിച്ചത് തന്നെയാണ്, തന്റെ വചനത്തിലൂടെ സൃഷ്ടിച്ചതും. ആ ജീവജാലങ്ങളെല്ലാം ക്രിസ്തുവിന്റെ ശരീരത്തിലുണ്ട്, മനുഷ്യവംശം മുഴുവനും മാത്രമല്ല. ഡോമിനം വിവിഫിക്കാന്തം പാരഗ്രാഫ് 50 അതിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ ഈ ഗായകൻ അന്തം വിട്ടിരിക്കുകയാണ്. പിന്നെ അവൻ പറഞ്ഞത് ഞാനിവിടെ പറയുന്നില്ല, മനസ്സിലായോ? കർത്താവ് പറയാണ്, അതും പറയാൻ. കർത്താവ് പറഞ്ഞതുകൊണ്ട് പറയാൻ. കർത്താവ് പറയാണ്, അവൻ പറഞ്ഞത് ഇതാണ്, അതെ വികാരിയച്ഛൻ തന്നെയാണ് ഇത് പറഞ്ഞത്. എന്ത് പറയാനാ, വികാരിയച്ഛൻ തന്നെയാണ് പറഞ്ഞത്. ഇപ്പൊ കർത്താവിന്റെ ശരീരവും രക്തവും ആയില്ലല്ലോ, പിന്നെ എന്തിനാ പാട്ട് പാടണേ? എനിക്കങ്ങ് കൂടുതൽ പ്രയാസമായി. വികാരിയച്ഛൻ തന്നെയാണ് ഇത് പാടണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സാക്രസാന്റം കൺസീലിയത്തിൽ പറയുന്നൊരു കാര്യം, ലിറ്റർജിയിലെ പ്രാർത്ഥനകളും ഗാനങ്ങളും ഒന്നും മാറ്റാൻ ആർക്കും അധികാരമില്ല.
അത് സഭയുടെ അത്യുന്നത അധികാരികൾ മാർപ്പാപ്പയോടും, മാർപ്പാപ്പയ്ക്കും അധികാരമില്ല, സഭയ്ക്ക് അതിനുള്ളൊരു കോമ്പിറ്റന്റ് അതോറിറ്റി ഉണ്ട്. കോമ്പിറ്റന്റ് അതോറിറ്റി സഭയിൽ അതിനൊരു കോമ്പിറ്റന്റ് അതോറിറ്റി ഉണ്ട്. ആ കോമ്പിറ്റന്റ് അതോറിറ്റി യഥാ കാലങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്താൻ സാധ്യതകളുണ്ട്. അവര് മാത്രമേ അത് മാറ്റാൻ പാടുള്ളൂ, വേറെ ആർക്കും അത് മാറ്റാൻ പാടില്ല. വികാരിയച്ഛനോ മെത്രാനോ അത് മാറ്റാനുള്ള ഒരു അധികാരമില്ല. അത്രയ്ക്ക് പ്രാധാന്യമുള്ളതാണ് ആരാധനാ പാരമ്പര്യം. അതാണ് മനസ്സിലാകാത്ത പ്രശ്നം. അത് മനസ്സിലാകാതിരിക്കുമ്പോൾ പാട്ടുകാര് അവർക്ക് ഇഷ്ടമുള്ള പാട്ട് പാടണം, ഇപ്പൊ ഇറങ്ങിയ കാസറ്റിന്റെ ഒരു പാട്ട് പാടണം. അപ്പൊ സ്നേഹമുള്ളവരെ, നമ്മൾ വളരണമെങ്കിൽ ഈ സഭയുടെ ആരാധനാക്രമത്തിൽ അത് സഭയുടെ അത്യുന്നതമായ ഒരു പിതൃസ്വത്താണെന്ന് മനസ്സിലാക്കണം. ആ പിതൃസ്വത്ത് നമ്മൾ വിറ്റു പറക്കരുത്. ആ അത്യുന്നതമായ പിതൃസ്വത്തിനെ മനസ്സിലാക്കാൻ പറ്റാത്തത് നമ്മുടെ എന്ത് പറയാനാ, വികാരിയച്ഛൻ പോലും അത് മനസ്സിലാക്കാനില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ ഇപ്പോഴത്തെ അവസ്ഥ. 1158 പറയുന്നത് എന്താണ്? 1158 ആഘോഷം നടത്തുന്ന ദൈവജനത്തിന്റെ സാംസ്കാരിക സമ്പന്നതയിൽ അവതരിപ്പിക്കുമ്പോൾ അടയാളങ്ങളുടെ ഗാനം, സംഗീതം, വാക്കുകൾ, പ്രവൃത്തികൾ അനോന്യ സമന്വയം കൂടുതൽ പ്രകടവും ഫലപ്രദമായിരിക്കും. അതുകൊണ്ട് വിശ്വാസികളുടെ ഭക്തിഗാനാലാപം ബുദ്ധിപൂർവം പരിപോഷിപ്പിക്കണം. ഭക്തിയിലും വിശുദ്ധ അഭ്യാസങ്ങളിലും ആരാധനാ ശുശ്രൂഷകളിലും സഭയുടെ നിയമങ്ങൾക്കനുസൃതമായി വിശ്വാസികളുടെ സ്വരങ്ങൾ മുഴങ്ങണം. എന്നാൽ ആലപിക്കാൻ ഉദ്ദേശിക്കുന്ന ഗാനത്തിന്റെ വാക്കുകൾ എപ്പോഴും കത്തോലിക്ക പ്രബോധനത്തിന് ചേർന്നവയായിരിക്കണം. യഥാർത്ഥത്തിൽ അവ പ്രധാനമായും വിശുദ്ധ ലിഖിതങ്ങളിൽ നിന്നും ആരാധനാക്രമ സ്രോതസ്സുകളിൽ നിന്നും എടുത്തവയായിരിക്കണം. ആരാധനാക്രമ സ്രോതസ്സുകൾ സാക്രസാൻഡം കൺസീലിയം 118. ഇതാ ഞാൻ അത് പുസ്തകം കൊണ്ട് നടക്കുകയാണ്. സാക്രസാൻഡം കൺസീലിയം. സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്നത്തെ ശുശ്രൂഷ എവിടെ അവസാനിപ്പിക്കാൻ പോകുന്നു? ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അഭിഷേകം തുറക്കണേ, അഭിഷേകം തുറക്കണേ. Let the anointing of the Lord come down. Let the anointing of the Lord from heaven come down. Let the anointing of the Lord come down. Amen, amen, amen. Thank you. എല്ലാവർക്കും നന്ദി. God bless you, bless you, bless you. Praise the Lord.